ധരണീഗർഭസംഭൂതം വിദ്യുത്കാന്തിസമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, ഇവിടെ ഞാനിപ്പോൾ ആലപിച്ചത് നവഗ്രഹങ്ങളിൽ ചൊവ്വയുടെ മന്ത്രമാകുന്നു. ധരണീഗർഭസംഭൂതം, ഭൂമിയുടെ ഗർഭത്തിൽ നിന്നും ജനിച്ചവനും, വിദ്യുൽ കാന്തി സമപ്രഭം, മിന്നലിൻ്റെ കാന്തിക്ക് തുല്യമാകുന്ന പ്രഭയോടുകൂടി നിൽക്കുന്നവനും, കുമാരനും സേനാനായകനും, ശക്തിഹസ്തം, കയ്യിൽ ശക്തി വേലെന്ന ആയുധമുള്ളവനുമായ ആ കുമാരനെ, സുബ്രഹ്മണ്യനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ്. ജ്യോതിശാസ്ത്രത്തിൽ ചൊവ്വയെപ്പറ്റി ധാരാളം ദേവതകളെ നാം ചിന്തിക്കാറുണ്ട്. എങ്കിലും പ്രധാനമായും പുരുഷരാശിയിൽ നിൽക്കുന്ന ചൊവ്വ സുബ്രഹ്മണ്യനും, സ്ത്രീരാശിയിൽ ഫെമിനൈൻ സൈനിൽ നിൽക്കുന്ന ചൊവ്വ ഭദ്രകാളി, ചാമുണ്ഡി തുടങ്ങിയ ദേവതകളെയും ചിന്തിക്കുന്നു. ഇവിടെ ചൊവ്വയുടെ ചാരവശാലുള്ള മാറ്റമാണ് നാം ചർച്ച ചെയ്യുന്നത്. 1199 മിഥുനമാസം 28 വെള്ളിയാഴ്ച, അതായത് 2024 ജൂലൈ 12 ഉദ്ദേശം 7 മണിയോടുകൂടി സന്ധ്യക്ക് ചൊവ്വ ചാരവശാൽ ഇടവം രാശിയിലേക്ക് സംക്രമിക്കുന്നു. ഈ ചൊവ്വയുടെ സംക്രമം 45 ദിവസക്കാലം, അതായത് 1200 ചിങ്ങമാസം 10 2024 ഓഗസ്റ്റ് 26 മിഥുനം രാശിയിലേക്കും സംക്രമിക്കുകയാണ്. ഇവിടെ നാം 45 ദിവസക്കാലം ഈ ചൊവ്വയുടെ മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളിലേക്കുമുള്ള ശുഭാശുഭ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ചൊവ്വയുടെ ഈ രാശിമാറ്റത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ചൊവ്വയുടെ കാരക ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നാം അറിഞ്ഞിരിക്കണം. ചൊവ്വയെ കൊണ്ടാണ് സാധാരണയായി ജ്യോതിഷത്തിൽ ഭ്രാത സത്വം ച ഭൗമ ക്ഷിതിരഭി എന്ന് കാരകധർമ്മങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ചൊവ്വ സഹോദരൻ്റെ കാരക ഗ്രഹമാകുന്നു. ചൊവ്വ സത്വം എന്ന ഗുണത്തിൻ്റെ ഗ്രഹമാകുന്നു. എന്താണ് സത്വം? ധീരത, സാഹസികത, ഊർജ്ജസ്വലത, ചോര കണ്ടാൽ വിറക്കാതിരിക്കുക, ധീരമായി നേരിടുന്ന ഒരു മാനസികവും ശാരീരികവുമായ അവസ്ഥയാകുന്നു സത്വം. ക്ഷിതിരഭി, ഭൂമിയും ഭൂമിയെപ്പറ്റി ചിന്തിക്കുന്ന എല്ലാ ഭാവങ്ങളും ചൊവ്വയുടെ കാരക ധർമ്മങ്ങളാകുന്നു. ഈ ശാസ്ത്രം അങ്ങേയറ്റം വികസിച്ചു കഴിഞ്ഞു. ഈ ചൊവ്വയുടെ മേൽപ്പറഞ്ഞ കാരകധർമ്മങ്ങളെ നമുക്ക് കുറച്ചും കൂടി ഇലാബറേറ്റായി ചർച്ച ചെയ്യാം. അങ്ങനെ വരികയാണെങ്കിൽ ചൊവ്വയുടെ കാരകധർമ്മങ്ങൾ യുവത്വം, സാഹസികത, ധൈര്യം, ബലം, ചുറുചുറുക്ക്, രാജത്വം, രാജ്യം ഭരിക്കൽ, സേനാനായകത്വം, യുദ്ധം ജയിക്കൽ, പട്ടാളം, ഫയർഫോഴ്സ്, ജലരാശിയിലാണെങ്കിൽ നേവിയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, മർച്ചന്റ് നേവി, ആയുധ കച്ചവടം, ആയുധവിദ്യ, വെടിക്കോപ്പ്, ബോംബ്, ആഗ്നികമായ കർമ്മങ്ങൾ, ഇലക്ട്രിസിറ്റി, ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സ്, തെക്ക് ദിക്കിനോടുള്ള ആഭിമുഖ്യം, തെക്ക് ഭാഗത്ത് വിജയം കണ്ടെത്തുക, ഭദ്രകാളി പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി, മാംസഭക്ഷണങ്ങൾ, ലഹരി, മദ്യം, സ്ത്രീകൾ, ഡാൻസ്, ബാർ, വേശ്യാലയങ്ങൾ, സ്ത്രീപീഡനം, ആട്, കുതിരപ്പന്തയം, കാമക്രോധ, മോഹമത മാത്സര്യങ്ങൾ, അന്യരുടെ കുറ്റവും കുറവും പറയുക, അടുക്കള, ഷെഫ്, പാചകം, ബുച്ചേഴ്സ്, ഇറച്ചി വെട്ടുകാർ, വൈദ്യം, ശസ്ത്രക്രിയ, ജിം, ബോഡി ഫിറ്റ്നസ്, അത്ലറ്റ്, സ്പോർട്സ്, മെക്കാനിക്, എർത്ത്, അഗ്രികൾച്ചർ, മൈനിങ്, ഫോറസ്റ്റ്, സർവേയർ, ലാൻഡ് ബ്രോക്കേഴ്സ്, റിയൽ എസ്റ്റേറ്റുകൾ, ഇതൊക്കെ ചൊവ്വയുമായി ബന്ധപ്പെടുന്ന കാരകധർമ്മങ്ങളാണ്. ഒരു ഗ്രഹത്തിന് ആയിരക്കണക്കിന് കാരകധർമ്മങ്ങളുണ്ട്. നമുക്ക് ഈ ചൊവ്വയുടെ മാറ്റം ഏതെല്ലാം രീതിയിൽ ഓരോ രാശിക്കാരിലും സ്വാധീനം ചെലുത്തുന്നു എന്ന് ചിന്തിക്കാം. ഈ ചൊവ്വ മാറുന്നത് പരസ്പരം സുഹൃത്തുക്കളായ ശുക്രനും ചൊവ്വയും പരസ്പരം സുഹൃത്തുക്കളാണ്. ആ ശുക്രൻ്റെ ക്ഷേത്രമായ ഇടവൻ രാശിയിലേക്കാകുന്നു മേടത്തിൽ നിന്ന് ചൊവ്വ സംക്രമിക്കുന്നത്. ചൊവ്വ ഏത് രാശിയിലും ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ
അങ്ങേയറ്റം ഗുണം പ്രദാനം ചെയ്യുന്നില്ല. പക്ഷേ മേടം, വൃശ്ചികം, മകരം ഇത് ചൊവ്വയുടെ സ്വന്തം ക്ഷേത്രങ്ങളും ഉച്ചക്ഷേത്രങ്ങളുമാകുന്നു. ഇവിടെ ചൊവ്വ വളരെയധികം ശക്തിയും ബലവും പ്രദാനം ചെയ്യുന്നു. അതേ രീതിയിൽ വ്യാഴക്ഷേത്രങ്ങളിൽ ധനുവിലും മീനത്തിലും ചൊവ്വ നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. മറ്റ് രാശികളിലും ചൊവ്വ തനിച്ച് നിൽക്കുകയാണെങ്കിൽ അങ്ങേയറ്റം ദൗർബല്യത്തെ പ്രദാനം ചെയ്യുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. മിഥുനമാസം 28-ാം തീയതിയിലേക്കുള്ള ചൊവ്വയുടെ മാറ്റം വളരെ അനുകൂലമായ ഒരു മാറ്റമാകുന്നു. ഈ മാറ്റത്തിൻ്റെ പ്രത്യേകത ചൊവ്വ വ്യാഴത്തോടുകൂടി യോഗകാരകനായി മാറുന്നു എന്ന പ്രത്യേകതയാണ്. വ്യാഴവും ചൊവ്വയും കൂടി വന്നാൽ അതൊരു നല്ല യോഗമാകുന്നു ജ്യോതിഷത്തിൽ. അതിനു മുമ്പ് ചൊവ്വ ഓരോ ഗ്രഹങ്ങളുമായി ചേർന്ന് നിൽക്കുമ്പോഴുണ്ടാകുന്ന ദിഗ്രഹ യോഗം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഭൗമേന അഘരതം സൂര്യനും ചൊവ്വയും കൂടി വരികയാണെങ്കിൽ അഘരതം അഘേരതിഹി അയാൾ കുറ്റവാസനകളുള്ള വ്യക്തിയാകുന്നു, പാപകർമ്മങ്ങളിൽ താല്പര്യം കാണിക്കുന്ന വ്യക്തിയാകുന്നു എന്ന ഒരു നല്ല ഫലമല്ല ഹോരാചാര്യർ പറഞ്ഞിട്ടുള്ളത്. ചന്ദ്രനോട് കൂടി നിൽക്കുകയാണെങ്കിൽ കൂടസ്ത്രാസവ കുംഭമണ്യം അശിവം മാതു സവക്ര ശശി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. സവക്രനായ ചൊവ്വയോടുകൂടി ചന്ദ്രൻ നിൽക്കുമ്പോൾ അയാൾ തൻ്റെ മാതാവിനെ അങ്ങേയറ്റം ക്ലേശങ്ങളെ ഉണ്ടാക്കുന്നു, അമ്മയ്ക്ക് അമംഗളം ഉണ്ടാക്കുന്നു എന്നർത്ഥം. അയാൾ കൂടം അന്യരെ വഞ്ചിക്കുന്ന പ്രവർത്തനത്തിൽ വ്യാപൃതനാകുന്നു, സ്ത്രീ വിഷയത്തിൽ വ്യാപൃതനാകുന്നു, ആസവം മദ്യവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ അയാൾ വ്യാപൃതനാകുന്നു. കുംഭവണ്യം അയാൾ മദ്യവ്യാപാരങ്ങൾ അല്ലെങ്കിൽ പാത്രക്കച്ചവടങ്ങൾ തുടങ്ങിയ മേഖലകളിലൊക്കെ തൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കാൻ ശ്രമിക്കുന്നു. ബുധനോടുകൂടി യോഗം ചെയ്യുമ്പോൾ ദിഗ്രഹ യോഗത്തിൽ ഫലം പറഞ്ഞത് ഇപ്രകാരമാണ്: മൂലാദി സ്നേഹകൂടേഹി വ്യവഹരതി വണി ബാഹുയോദ്ധ സ സൗമ്യേ. ബുധക്ഷേത്രത്തിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ അയാൾ ബാഹുയോദ്ധാവാകുന്നു, മല്ലനാകുന്നു. അയാൾ ജിംനേഷ്യം മുതലായ പ്രവർത്തനങ്ങളിൽ, കളരി, കരാട്ടെ, അതേ രീതിയിൽ ബോഡി ബിൽഡിംഗ് ഈ മേഖലകളിൽ തൻ്റെ പ്രാവീണ്യം തെളിയിക്കുന്നതാണ്. മൂലാദി സ്നേഹകൂടേഹി, മൂലമെന്നാൽ വൃക്ഷത്തിൻ്റെ മൂലഭാഗങ്ങൾ, വേര്, പൂവ്, ഇലകൾ, ഇതുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്യുന്നു. സ്നേഹം എണ്ണയുമായിട്ട് ബന്ധപ്പെടുന്ന ആയുർവേദ എണ്ണ കാച്ചുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഇയാൾ വ്യാപൃതനാകുന്നു. കൂടമെന്നാൽ മദ്യവുമായിട്ട് ബന്ധപ്പെടുന്ന വ്യാപാരങ്ങളും കാര്യങ്ങളും. ഇദ്ദേഹത്തിന് കാശുണ്ടെങ്കിൽ ഇദ്ദേഹം ബാർ സ്വന്തമായിട്ട് നടത്തും. ഇദ്ദേഹത്തിന് കാശില്ലെങ്കിൽ ധീരനായി നല്ലൊരു ബാർ ബോയിയായി കൗണ്ടറിൽ കാശ് വാങ്ങാനുള്ള മിടുക്ക് പ്രകടിപ്പിക്കുന്ന ഒരാളായിരിക്കും. ഇനി ശുക്രനുമായി യോഗം ചെയ്യുമ്പോൾ ഗോപോ മല്ലോദ ദക്ഷ പരയുവതിരഥ ദ്യൂതകൃത്സാസുരേഡ്ഡി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അയാൾ ഗോപനാകുന്നു, പശുക്കളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ അയാൾ വളരെ സമർത്ഥനാകുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മല്ലയുദ്ധത്തിൽ ശാരീരികമായിട്ട് മികവ് പുലർത്തുന്ന മേഖലകളിൽ അയാൾ തൻ്റെ ബുദ്ധിയെയും ശക്തിയെയും ഉപയോഗിക്കുന്നു. പരയുവതിരഥ, അന്യ യുവതിയിൽ രതി താല്പര്യം പ്രകടിപ്പിക്കുന്നു. പല ജാതകത്തിലും ചൊവ്വയും ശുക്രൻ കൂടെ യോഗമുള്ള ജാതകത്തിൽ വിദേശത്ത് ലേഡീസ് ബാറുകൾ നടത്തി ധാരാളം കാശുണ്ടാക്കുന്ന ആളുകളെ നാം കണ്ടിട്ടുണ്ട്. ഇവൻറ്റ് മാനേജ്മെൻറ്റ്, സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചെയ്യുന്ന എല്ലാവിധ സർക്കസുകളിലും ഇവർ താല്പര്യം കാണിക്കുന്നു. ദ്യൂതകൃത്, അയാൾ ചൂതുകളി, ഇന്നത്തെ ഷീട്ട് മുതലായ കളികളിലും വളരെയധികം താല്പര്യം കാണിക്കുന്നു, അതിൽ മുന്നിട്ടിറങ്ങുന്നു. ഇനി ശനിയോടുകൂടി യോഗം ചെയ്യുമ്പോൾ ദുഃഖാർത്ഥ അസത്യസന്ധ സവിതൃതനിയെ ഭൂമിജെ നിന്ദിത, ഇയാൾ വളരെയധികം ദുഃഖിതനാകുന്നു, അസത്യങ്ങൾ പറയുന്നു, സത്യസന്ധമല്ലാത്ത കാര്യങ്ങളിൽ ഇയാൾ ഏർപ്പെടുന്നു. നിന്ദിത, പല രീതിയിലും അപമാനിതനാകുന്നു തൻ്റെ പ്രവർത്തനങ്ങൾ കാരണം. ഇനി അടുത്തതായി ഏറ്റവും അധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന ഒരു യോഗമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഈ യോഗമാണ് മിഥുനമാസം 28-ാം തീയതി ജൂലൈ 12-ാം തീയതി ചൊവ്വ ഇടവൻ രാശിയിലേക്ക് വരുമ്പോൾ വ്യാഴവുമായി ചേർന്നുണ്ടാകുന്ന ദിഗ്രഹ യോഗം. വ്യാഴവും ചൊവ്വയും തമ്മിലുള്ള യോഗം ഒരു നല്ല യോഗമാകുന്നു. പുണ്യധ്യക്ഷ സജീവേ ഭവതി നരപതി പ്രാപ്തവിത്തോ ദ്വിജോവ. ഈ യോഗമുള്ള വ്യക്തിക്ക് പുണ്യ അധ്യക്ഷ, തൻ്റെ പുരം, പട്ടണം, താനുമായി ബന്ധപ്പെടുന്ന മേഖലകൾ ഇവിടെയൊക്കെ അധ്യക്ഷ സ്ഥാനം പ്രദാനം ചെയ്യുന്നു. അദ്ദേഹം അധ്യക്ഷനാകുന്നു, ചെയർപേഴ്സൺ ആകുന്നു. നരപതി പ്രാപ്തവിത്ത, രാജാവിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ആ വ്യക്തിക്ക് ലഭിക്കുന്നു. ദ്വിജഹാവ, 2 ജന്മമുണ്ടാകുന്നു. അയാൾ ജനിക്കുന്നത് ഒരച്ഛൻ്റെ മകനായി ജനിച്ചാലും മറ്റൊരച്ഛൻ്റെ സംരക്ഷണയിൽ
വളർന്ന് 2 ജന്മം അദ്ദേഹത്തിന് ലഭിക്കുന്നു. സാധാരണ ദ്വിജഹ എന്നാൽ ബ്രാഹ്മണന്മാർക്കാണ് നാം പര്യായം പറയുക. കാരണം ബ്രാഹ്മണൻ ജനിച്ചു കഴിഞ്ഞ് പിന്നെ അടുത്ത അദ്ദേഹത്തിൻ്റെ ജനനം, ഉപനയനം, പൂണൂൽ കർമ്മത്തിലൂടെയാണ് അദ്ദേഹത്തിന് 2ാം ജന്മം ലഭിക്കുന്നത്. ഒരച്ഛൻ്റെ മകനായി ജനിച്ചാലും മറ്റൊരാളെ കീഴിൽ വളരുവാനുള്ള ഒരു ഗോഡ് ഫാദറായി ഭാവി മുന്നോട്ട് നയിക്കുവാനുള്ള പ്രാവീണ്യം ഈ കുജഗുരു യോഗം പ്രദാനം ചെയ്യുന്നു. നാം ഇനി ചർച്ച ചെയ്യുന്നു മകരം, കുംഭം, മീനം രാശിക്കാർക്ക് ഈ അധ്യക്ഷ യോഗം കുജ ഗുരുയോഗം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയം. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന മകരം രാശിക്കാർക്ക് അവരുടെ 4-11 ഭാവാധിപനായ ഗ്രഹമാകുന്നു ചൊവ്വ. 4 എന്നാൽ അമ്മ, അമ്മാവന്മാർ, സുഹൃത്തുക്കൾ, ഭൂമി, വീട്, വാഹനം, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്നതും 11ാം ഭാവം എന്നാൽ തൻ്റെ ആഗ്രഹ പൂർത്തീകരണങ്ങളായ എല്ലാ വസ്തുക്കളും, ജ്യേഷ്ഠ സഹോദരങ്ങളും മക്കളുടെ മക്കളും ഒക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവവുമാകുന്നു. ചൊവ്വ പറയാൻ നിൽക്കുന്നത് സുഹൃക്ഷേത്രത്തിലാണ്. 5ാം ഭാവത്തിൽ ചൊവ്വ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അത് സന്താന ക്ലേശത്തിനെ ഉണ്ടാക്കുന്നു. അദ്ദേഹത്തിന് ഉദരസംബന്ധമായ രോഗങ്ങൾ, അൾസർ മുതലായ രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നു. അനാവശ്യമായ വാശിയും വീറും വൈരാഗ്യവും പ്രകടിപ്പിച്ചിട്ട് തൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും കലുഷിതമാക്കുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ വ്യാഴത്തോടുകൂടിയുള്ള ഈ യോഗത്തിലൂടെ പരിഹൃതമാക്കപ്പെടുന്നു. തനിക്ക് ജ്യേഷ്ഠ സഹോദരങ്ങളുമായി ഉള്ള നല്ലൊരു ആത്മബന്ധം, ഭൂമി സംബന്ധമായ വിഷയത്തിലുണ്ടാകുന്ന നല്ല മാറ്റങ്ങൾ, അനുകൂലമായ പ്രതികരണങ്ങൾ, ഭൂമി വിൽക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഭൂമിയുമായിട്ട് ബന്ധപ്പെടുന്ന ക്രയ വിക്രയങ്ങൾ നിശ്ചയിക്കുന്ന കാര്യത്തിലും അതല്ലെങ്കിൽ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലും ഈ ചൊവ്വ ഒരു മേധാവിത്വത്തെ പുലർത്തുന്നു. പലപ്പോഴും വ്യാഴത്തിന് ചൊവ്വയുടെ സംയോഗം മൂലം പല കാര്യങ്ങളിലും ചൊവ്വ സൂക്ഷ്മമായ ഗാഢമായ ബുദ്ധി ഈ വ്യാഴത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നു. പ്രത്യേകിച്ച് ദുർബുദ്ധി. 5ലെ ചൊവ്വ ദുർബുദ്ധിയെയാണ് പ്രദാനം ചെയ്യുന്നത്. 11ാം ഭാവാധിപനായതുകൊണ്ട് പല കാര്യങ്ങളുടെയും പൂർത്തീകരണം അവിടെ നടക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ മുൻപ് സൂചിപ്പിച്ചു. പ്രായമുള്ള മുത്തച്ഛനും മുത്തശ്ശിക്കും കുഞ്ഞിക്കാലുകൾ കാണുവാനുള്ള ഒരു അസുലഭമായ ഭാഗ്യം പ്രദാനം ചെയ്യുന്ന 45 ദിനങ്ങളായിരിക്കും മുന്നിലുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യേണ്ടത്, പുത്രകാരകനായ വ്യാഴം 5ാം ഭാവത്തിൽ നിൽക്കുന്നത് സന്താന വിഷയത്തിലേക്ക് അത്ര നല്ലതല്ല. ചൊവ്വയും 5ാം ഭാവത്തിൽ നിൽക്കുന്നത് സന്താന വിഷയത്തിന് അത്ര ഗുണകരമായ ഒരവസ്ഥയെ പ്രദാനം ചെയ്യുന്നില്ല. എങ്കിലും ഈ യോഗത്തിലൂടെ ആ ദോഷകാഠിന്യം കുറയ്ക്കുവാൻ സഹായകമാകുന്നു എന്ന ഒരു പ്രത്യേകത കൈവരുന്നു. എന്തായാലും 5ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ സന്താന ശ്രേയസ്സിനായി അല്ലെങ്കിൽ തങ്ങളുടെ സന്താനത്തിൻ്റെ ആരോഗ്യത്തിനായി വിഷ്ണുക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ വെണ്ണ നിവേദ്യവും തുളസിമാലയും വഴിപാടായി ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ശാരീരികമായി ശ്രോത്ര സംബന്ധമായ ഇയർ, നോസ്, ത്രോട്ടുമായി ബന്ധപ്പെടുന്ന രോഗങ്ങളെ ശ്രദ്ധിക്കുക. ജൂലൈ മാസം 15ാം തീയതി മുതൽ വരുന്ന ഒരു മാസക്കാലം വാഹനങ്ങൾ, ബഹുപാത രാശി, രാത്രി ധാരാളം ടയറുകളുള്ള വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന വ്യക്തികൾ, സ്വന്തമായാലും ഡ്രൈവർമാരായാലും വളരെ ശ്രദ്ധിക്കുക രാത്രികാല യാത്രകൾ. കാരണം അധോമുഖ രാശി ആരൂഢമായി വരുന്നു. യാത്രാപതിയായ ചൊവ്വയും പ്രായേണ 5ാം ഭാവത്തിൽ നിൽക്കുന്നു. യാത്രാ വിഷയങ്ങൾ ശ്രദ്ധിക്കുക. മക്കളെ കുട്ടി ഒരു യാത്രാ വിനോദത്തിനൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി ഈ 45 ദിവസങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഏതായാലും മകരം രാശിക്കാർക്ക് ഈ കുജഗുരു യോഗം കുറച്ചുകൂടി ബലപ്പെടുത്തുക എന്ന ധർമ്മം ഈ ദിഗ്രഹ യോഗത്തിലൂടെ സംജാതമാകുന്നു. അടുത്തതായി കുംഭം രാശിക്കാർക്ക് ഈ കുജഗുരു യോഗം, അധ്യക്ഷ യോഗം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. കുംഭം രാശി എന്നാൽ അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക. പ്രായേണ 4ാം ഭാവത്തിലേക്കുള്ള ഈ ചൊവ്വയുടെ
മാറ്റം, വ്യാഴത്തോടു കൂടിയുള്ള ദിഗ്രഹ യോഗം അനുകൂലമാകുന്നു കുംഭം രാശിക്കാർക്ക്. സ്വതവേ കുംഭം രാശിക്കാർക്ക് ആ ഏഴരശനിയുടെ ജന്മശനിയുടെ കാഠിന്യം ശനി വക്രിയായത് മുതൽ വളരെയധികം അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ കരിയർ, കർമാധിപനായ ചൊവ്വ കർമ്മസ്ഥാനത്തേക്ക് ധനാധിപനായ വ്യാഴത്തോടുകൂടെ ഒരു അധ്യക്ഷയോഗം ചെയ്യുന്നു. പ്രമോഷൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് തൻ്റെ മേലധികാരികളിൽ നിന്നും വളരെ നല്ല ഒരു പച്ചക്കൊടി ലഭിക്കുന്നു തങ്ങളുടെ കാര്യങ്ങളൊക്കെ ശോഭനമാവാൻ. രാഷ്ട്രീയ പ്രവർത്തകന് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും അനുകൂലമായ അംഗീകാരങ്ങൾ ലഭിക്കുന്നു. ഗൃഹനിർമ്മാണത്തിന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഉത്തമമായ സമയമാകുന്നു ഭൂമി വാങ്ങാൻ, ഭൂമി വിൽക്കാനല്ല. മകരൻ രാശിയിൽ ഭൂമി വിൽപ്പനയ്ക്ക് അനുകൂലമാണെന്ന് പറഞ്ഞു. കുംഭൻ രാശിയും ചൊവ്വ നിൽക്കുന്ന രാശിയും സ്ഥിരരാശികളായാൽ അവർക്ക് സ്ഥിരമായ ഗൃഹം വാങ്ങുവാനും അവിടെ റെനോവേഷൻ ഓഫ് ദ ഹോം, തൻ്റെ വീട് നന്നാക്കുവാനുമുള്ള അനുകൂലമായ സമയമാണ് പ്രദാനം ചെയ്യുന്നത്. നല്ലൊരു മഹത്വം, പ്രാധാന്യം തനിക്ക് വരുന്ന സമയമാണ്. അത് ക്ഷേത്ര വിഷയങ്ങളായാലും ആത്മീയമായ വിഷയങ്ങളായാലും ഭൗതിക വിഷയങ്ങളായാലും. ആ കുജഗുരു ദിഗ്രഹ യോഗം കുംഭം രാശിക്കാർക്ക് തലയെടുപ്പോടുകൂടി ഈ 45 ദിവസക്കാലം വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സ്ഥിതിയെ പ്രദാനം ചെയ്യുന്നതാണ്. പുതിയ ലാഭങ്ങൾ ഉണ്ടാകുന്നു, പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നു. ആ ബന്ധങ്ങളിലൂടെ തന്നെ തൻ്റെ സൗഹൃദം വളർത്തുവാനും അത് സ്ഥിരമായ ശാശ്വതമായ ചില നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രദാനം ചെയ്യുന്ന സമയമാകുന്നു ഈ 45 ദിവസക്കാലം. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ കർമ്മ തടസ്സമുണ്ടെങ്കിൽ കർമ്മമുട്ടി ചെയ്യാം. സാമ്പത്തികമായ ഔന്നത്യത്തിന് വിഷു ക്ഷേത്രത്തിൽ തുളസിമാല, പാൽപ്പായസം വഴിപാടായി ചെയ്യാവുന്നതാണ്. ഏതായാലും കുംഭൻ രാശിക്കാർക്ക് ഈ 45 ദിവസക്കാലം വളരെ അനുകൂലമായ ദിനങ്ങളാണ് വരാൻ പോകുന്നത്. അടുത്തതായി മീനം രാശിക്കാർ. മീനം രാശി എന്നാൽ പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ തുടങ്ങിയ 2.25 നക്ഷത്രക്കൂട്ടങ്ങളാകുന്നു മീനം രാശി. ഇവിടെ മീനം രാശിക്കാർക്ക് പ്രായേണ കർമ്മമേഖലയിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ച് 3-ാം ഭാവത്തിൽ ദുർബലമായി ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് ഈ ചൊവ്വയുടെ യോഗം ഒരു പുത്തൻ ഉണർവ് പ്രദാനം ചെയ്യുന്നു. കാരണം 3-ലെ വ്യാഴം ദുർബലനാണ്. ഇവിടെ തൻ്റെ വാഗ്പതിയും ഭാഗ്യാധിപനുമായ ചൊവ്വ വ്യാഴത്തോടുകൂടി ദിഗ്രഹയോഗം ചെയ്യുമ്പോൾ അവിടെ ചൊവ്വയ്ക്ക് പ്രസക്തിയേറുന്നു. മതിവിക്രമവാൻ, ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കുന്നു ആ ചൊവ്വ. സ്വന്തം ദേശത്തിൽ നിന്നും ഭാഗ്യം ലഭിക്കുന്നു. വിദേശത്തേക്ക് പോകണമെന്നില്ല. സ്വന്തം ദേശത്തിൽ നിന്നുകൊണ്ട് തന്നെ തനിക്ക് വ്യാപാരമോ പുതിയ ബന്ധങ്ങളിലൂടെയോ അനുകൂലമായി വളരുവാനുള്ള ധാരാളം ഒരു അവസരം ഈ ചൊവ്വ പ്രദാനം ചെയ്യുന്നു. സഹോദര ഗുണം വേണ്ടത്ര ലഭിക്കണമെന്നില്ല. കാരണം സഹോദരകാരകനായ ചൊവ്വ 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ കാരകഗ്രഹത്തിൻ്റെ ധർമ്മം അവിടെ നന്നാവണമെന്നില്ല. എങ്കിലും 3-ലെ വ്യാഴം സഹോദരർക്ക് വളരെയധികം സൗഖ്യം കൊടുക്കുന്നു എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ സഹോദരങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യുക. പ്രത്യുപകാരം പ്രതീക്ഷിച്ച് സഹായം ചെയ്താൽ പിന്നെ അത് വഴക്കിലേക്ക് പോകും. ഈ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ 45 ദിവസക്കാലം വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ മീനം രാശിക്കാർക്ക് ഈ 45 ദിവസം വരാനില്ല. കാരണം ദുർബലമായ വ്യാഴത്തിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുവാനും നല്ല പുത്തൻ എനർജി പ്രദാനം ചെയ്യുവാനും ഈ ചൊവ്വയുടെ യോഗം വളരെയധികം ഉപകരിക്കപ്പെടും. ഇന്ന് മീനം രാശിക്കാർക്ക് മുൻപ് ഞാൻ ബന്ധനയോഗം സൂചിപ്പിച്ചു. 12-ലെ ശനി, ആ ശനി വക്രിയായി സഞ്ചരിക്കുന്നത് കൊണ്ട് കേസുമായി ബന്ധപ്പെടുന്ന ബന്ധനത്തിൽപ്പെട്ട് കിടക്കുന്ന മീനം രാശിക്കാർക്ക് ഈ സമയം അതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുവാനുള്ള ഊർജ്ജസ്വലതയാണ് ചൊവ്വ പ്രദാനം ചെയ്യുന്നത്. ഞാൻ പലതവണ സൂചിപ്പിച്ചു, ചൊവ്വ സത്വഗുണപ്രധാനനാണ്, ധീരനാണ്, എന്തിനേയും നേരിടുന്നു ചൊവ്വ. അതിനാൽ ഈ ചൊവ്വയുടെ കുജഗുരു ദിഗ്രഹ യോഗം മീനൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായ സ്ഥിതി പ്രദാനം ചെയ്യുന്നതാണ്. ഇവിടെ മീനൻ രാശിക്കാർ പ്രത്യേകിച്ച് വഴിപാടുകൾക്ക് നല്ലത് ഓം ശം ശനീശ്വരായ നമഃ എന്ന ശനിയുടെ മന്ത്രവും ശനിയാഴ്ച ചെയ്യുന്ന അയ്യപ്പന് അല്ലെങ്കിൽ ശാസ്താവിന് അല്ലെങ്കിൽ ഹനുമാന് ചെയ്യുന്ന വഴിപാടുകളുമാണ്. എല്ലാ പ്രിയപ്പെട്ട മകരം, കുംഭം, മീനം രാശിക്കാർക്ക്
സുശോഭനമായ 45 ദിനങ്ങൾ ഡോക്ടർ മാരാർജി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.